ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കാണിക്കുന്നത്. ഇതിനു മുമ്പ് ചെയ്ത സ്നാക്കെല്ലാം അധികം ആളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ 2 വലിയ ഉരുളക്കിഴങ്ങും നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഈ ഒരു വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് ഒന്ന് ഇതുപോലെ ഉടച്ചെടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കണം. അപ്പം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഓയിൽ ഒഴിക്കണം. കാരണം നമ്മൾ ഈ ഒരു മസാല നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് പോലെ സവാള ഒന്ന് വഴറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്, ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സവാള ഒന്ന് ഫ്രൈ ആയിട്ട് കളറൊന്ന് മാറി വരണം. അപ്പോൾ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സവാള നന്നായിട്ട് കളർന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഈ ഒരു ഓയിലിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാള കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പച്ചമുളകും ഈ ഒരു എണ്ണയിൽ നിന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. കുരുമുളക് പൊടിയും മുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ കുരുമുളക് പൊടിയും മുളക് പൊടിയും എന്തായാലും ചേർക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല ജീരകം പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും പൊടികൾ ചേർത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ ഒരു പൊടികൾ ഇതിലേക്ക് ചേർത്ത് ഈ ഒരു സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സവാള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇങ്ങനെ ക്രിസ്പിയായി വരുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഈ ഒരു മസാലപ്പൊടിയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് മുട്ട നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമുക്കിതൊരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റാണ് തോന്നുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പം സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഒരു മസാല ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും മസാലയും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. അതേപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് മുഴുവൻ മസാലയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട എടുത്ത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു മുട്ടനെ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് പാനിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ ഉൾഭാഗമൊന്നും ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ കളർ മാറി നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പം ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ എണ്ണ പെട്ടെന്ന് മോശമായി പോകില്ല. അതേപോലെ മുഴുവനും ഒരേ കളറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇതുപോലെ കുറച്ചധികം തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പം ഒരു കട്ട്ലറ്റ് ചെയ്ത പോലെ തോന്നുമെങ്കിലും ഇത് കട്ട്ലറ്റിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.